എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ നമ്മുടെ ഡയറക്ഷൻ മൊത്തത്തിൽ സിനിമ കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ എനിക്കിഷ്ടമായി. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഓഡിയൻസാണ്. സൗഹൃദങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഹരി എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അയാൾക്ക് സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ അത് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാം. ഒരു കോൾ ചെയ്താൽ പോലീസ് വരും, അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വരും, അല്ലെങ്കിൽ അയാൾ കണ്ട സ്വപ്നം പോലെ അയാൾക്ക് തീർത്ത് കളയാമായിരുന്നു, ആരും ചോദിക്കാനൊന്നും വരില്ല. പല അവസരങ്ങളുണ്ടായിരുന്നു ഇയാളെ ഒഴിവാക്കാൻ. ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഹരിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പല അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അവസരങ്ങൾ ഉപയോഗിക്കാതെ, അയാളെ വേദനിപ്പിക്കാതെ, ഉപദ്രവിക്കാതെ അയാളെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അസുഖമില്ലാത്ത സുഖമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഹരി എന്ന് പറയുന്ന സുഹൃത്ത് ആഗ്രഹിച്ചു എന്ന് പറയുന്നിടത്താണ് ഈ സൗഹൃദം ഈ സിനിമയിൽ കാണുന്നത്. അത്രയും മെൻ്റൽ എന്താ പറയുക, മാനസിക നില അവസ്ഥ മോശമായിട്ടും ഈ കൂട്ടുകാരനെ കൊല്ലേണ്ട ഒരു അവസ്ഥ വരരുത് എന്ന് ക്രിസ്റ്റിയുടെ ഏതോ ഒരു ബോധ മനസ്സ്, അല്ലെങ്കിൽ സ്വബോധ മനസ്സ് ആഗ്രഹിച്ചില്ല. അവിടെയാണ് സൗഹൃദം ഫീൽ ചെയ്യുക. കൂട്ടുകാരനോടുള്ള ആ സ്നേഹം ആത്മാർത്ഥമായിട്ട് അയാൾക്കില്ല, അയാൾ എവിടെയോ ഒളിപ്പിച്ചിരുന്നു എന്നുള്ളത് സിനിമയിൽ കാണാൻ കഴിയും. ഒരുപാട് പറഞ്ഞ സിനിമ കാണേണ്ട ആവശ്യം വരില്ല.